സോ നമ്മൾ ലേയേഴ്സ് ഓഫ് GIT ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആ ലേയേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞു മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് ആൻഡ് സീറോസ, ഇത്ര വരെയാണ് പറഞ്ഞു തന്നത്. Then next we are moving to the details of mouth. Mouth is also known as oral cavity or buccal cavity. മൗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളത്തിൽ അതിന് വായ എന്ന് പറയും. മൗത്ത് ഫോം ചെയ്യുന്നത് ആക്ച്വലി 3 കോമ്പോണൻറ്റ്സ് ആണുള്ളത്. ലാറ്ററൽ വാൾസ് ഫോം ചെയ്യുന്നത് ചീക്സ്, ദെൻ മൗത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത് സുപ്പീരിയർ പോർഷൻ ഇസ് ഹാർഡ് പാലേറ്റ് ആൻഡ് സോഫ്റ്റ് പാലേറ്റ്, ഇൻഫീരിയർ പോർഷൻ ടങ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മൗത്ത് ഫോം ചെയ്യുന്നത്. ദെൻ ഈ ചീക്സ് നമ്മുടെ സൈഡിലുള്ള ലാറ്ററൽ വാൾസ് ഓഫ് ദ മൗത്ത്, ദാറ്റ് ഇസ് ചീക്സ്. ചീക്സിന് നമുക്ക് 2 കവറിങ് ഉണ്ട്. എക്സ്റ്റേണൽ കവറിങ്, എക്സ്റ്റേണലി നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചീക്ക് പുറത്ത് എങ്ങനെയാണ്, സ്കിന്നാണ്. സോ എക്സ്റ്റേണൽ കവറിങ് ദ സ്കിൻ ആൻഡ് ദ ഇൻറ്റേർണൽ നമ്മുടെ വായ്ക്ക് അകത്തുള്ള പോർഷൻ, ദാറ്റ് ഇസ് ഇൻറ്റേർണൽ കവറിങ്, ദാറ്റ് ഇസ് മ്യൂക്കസ് മെംബ്രെയിൻ. ദെൻ ആ ചീക്സിലുള്ള സ്പെഷ്യലൈസ്ഡ് മസിൽസിൻ്റെ പേരാണ് ബക്സിനേറ്റർ മസിൽസ്, ദാറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി ചീക്സ്. ഓക്കെ, സോ ഔട്ടർ കവറിങ് ആണെങ്കിൽ സ്കിന്ന്, ഇന്നർ ആണെങ്കിൽ മ്യൂക്കസ്, ദാറ്റ് നെയിം ഇസ് ബക്സിനേറ്റർ മസിൽ. ഓക്കെ, ദെൻ പിന്നെ നമുക്കറിയുന്ന വേറൊരു പോർഷനാണ് ലിപ്സ് അതർവൈസ് നോൺ ആസ് ലേബിയ. നമ്മൾ മലയാളത്തിൽ ചുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ലിപ്സ് ദാറ്റ് ഫോംസ് ദി ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ചീക്സ്, അതിൻ്റെ ഏറ്റവും ഫ്രണ്ട്, ചീക്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലോട്ടേക്ക് വരുന്ന പോർഷനാണ് ലിപ്സ്. ദാറ്റ് ഈസ് ആക്ച്വലി ദി ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത്, നമ്മുടെ മൗത്തിൻ്റെ ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. ദെൻ ലിപ്സ് ഫോം ചെയ്യുന്ന മസിൽസിൻ്റെ പേരാണ് ഓർബിക്കുലാരിസ് ഓറസ്. ഇപ്പുറത്ത് പറഞ്ഞത് ബക്സിനേറ്റർ മസിൽ ആൻഡ് ദിസ് ഇസ് ഓർബിക്കുലാരിസ് ഓറസ്. ഇതാണെങ്കിലും എക്സ്റ്റേണലി കവേർഡ് ബൈ സ്കിന്നാണ് ആൻഡ് ഇൻറ്റേർണലി കവേർഡ് ബൈ ദിസ് മ്യൂക്കസ് മെംബ്രെയിൻ. ദെൻ inner surface is attached with a gum by a mucous membrane called labial frenulum. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ലിപ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ പല്ലൊക്കെ ഉള്ള ഗമ്മിൻ്റെ മുകളിലേക്ക് ഈ ലിപ്സിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ടാവും. ആ തിൻ ഫിലമെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ലേബിയൽ ഫ്രെന്യുലം. ഞാനിവിടെ പിക്ചറിനകത്ത് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും. ദാ ഇവിടെ കാണുന്നില്ലേ ലിംഗ്വൽ ഫ്രെന്യുലം എന്ന് പറയുന്നത്, ലിംഗ്വൽ ഫ്രെന്യുലം, അതിൻ്റെ താഴെ ലേബിയൽ ഫ്രെന്യുലം. ഇങ്ങനെ ഈ ടങ്ങിൻ്റെ മുകളിലോട്ടേക്ക് ഈ ലിപ്സിനെ അറ്റാച്ച് ചെയ്യുന്ന ചെറിയ പോർഷൻ, ഇത് ഒരു ഫ്രെന്യുലമാണ്. മുകളിൽ ദാറ്റ് ഇസ് സുപ്പീരിയർ ലേബിയൽ ഫ്രെന്യുലം, താഴത്ത് ഇൻഫീരിയർ ലേബിയൽ ഫ്രെന്യുലം. ഓക്കെ, ഇതാണ് ടോട്ടൽ നമ്മളെ മൗത്തിൻ്റെ സ്ട്രക്ചർ. എല്ലാ പോർഷൻസും ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പിക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക, ഏതൊക്കെയാണ് പോർഷൻസ് മൗത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ മൗത്തിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു വെച്ചു, പിക്ചർ കണ്ടു. ദെൻ നെക്സ്റ്റ് ഇവർ രണ്ടും കൂടി ബക്സിനേറ്റർ മസിൽ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഓർബിക്കുലാരിസ് ഓറസ്. ബക്സിനേറ്റർ ആണെങ്കിൽ ചീക്സിലും ഓർബിക്കുലാരിസ് ഓറസ് ഇൻ ദി ലിപ്സ്. അപ്പോൾ ഇവർ രണ്ടും കൂടി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ കീപ് ഫുഡ് ഇൻ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ടീത്ത്. നമ്മൾക്ക് ഭക്ഷണം എന്ത് ചെയ്യണം, കഴിക്കുന്ന ഫുഡ് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് ടീത്തിൻ്റെ ഹെൽപ്പ് വേണം. സോ ഈ ടീത്തിൻ്റെ അവിടെ തന്നെ അതിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ദേ ഓൾസോ അസിസ്റ്റ് ഇൻ ദി സ്പീച്ച്, നമുക്ക് സംസാരിക്കാനും ഇവർ ഹെൽപ്പ് ചെയ്യും. ദെൻ ഓറൽ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ചീക്സ് ആൻഡ് ലിപ്സ് ആൻഡ് ഗം ആൻഡ് ടീത്ത്. നമ്മുടെ ഈ ലിപ്സിൻ്റെയും പല്ലിൻ്റെയും ഇടയ്ക്കുള്ള നമ്മുടെ ചുണ്ടും പല്ലും കൂടെ തമ്മിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ പോർഷനെയാണ് നമ്മൾ ഓറൽ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ടീത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഗമ്മ്, അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ലിപ്സിൻ്റെ ഉള്ളിലുള്ള പോർഷൻ, ദാറ്റ് ഈസ് ഓറൽ വെസ്റ്റിബ്യൂൾ. ദെൻ
നെക്സ്റ്റ് ഇസ് ഓറൽ ക്യാവിറ്റി പ്രോപ്പർ. ഇവിടെ പറയുന്നത് ഓറൽ വെസ്റ്റിബ്യൂൾ ആണ്. പിന്നെ പറയുന്നത് ഓറൽ ക്യാവിറ്റി പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ടീത്ത് ടു ഫോസസ്. ഫോസസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മൗത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് പോർഷൻ ഈസോഫേഗസിലോട്ടേക്കുള്ള ആ ഓപ്പണിംഗ് പോർഷനാണ് നമ്മൾ ഫോസസ് എന്ന് പറയുക. അപ്പോൾ ടീത്ത് മുതൽ ആ ഫോസസ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ ഓറൽ ക്യാവിറ്റി പ്രോപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ വായയുടെ ഉൾഭാഗമാണ് ഈ ഓറൽ ക്യാവിറ്റി പ്രോപ്പർ എന്ന് പറയുന്നത്. ആ പല്ലിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷൻ, ലിപ്സിൻ്റെ ഉള്ളിലുള്ള ഭാഗം, ദാറ്റ് ഇസ് ഓറൽ vestibule, and the inner portion is the oral cavity proper. Then next is the palate. Palate എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തിൻ്റെ റൂഫാണ്, മുകളിൽ കാണുന്ന പോർഷൻ. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് പാലേറ്റ് ആക്ച്വലി സെപ്പറേറ്റ് ദി ഓറൽ ക്യാവിറ്റി ഫ്രം നേസൽ ക്യാവിറ്റി. നമ്മുടെ വായൻ്റെ നേരെ മുകളിലുള്ളത് നോസാണ്. സോ നേസൽ ക്യാവിറ്റിയും ഓറൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ആക്ച്വലി പാലേറ്റ് എന്ന് പറയുന്നത്. പാലേറ്റിന് രണ്ട് പോർഷൻ ഉണ്ട്, ഹാർഡ് പാലേറ്റും ഉണ്ട്, സോഫ്റ്റ് പാലേറ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ ടങ് കൊണ്ട് ടച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ വായയുടെ ഫ്രണ്ടിലോട്ടേക്ക് വരുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷനാണ്, ദാറ്റ് ഇസ് ഹാർഡ് പാലേറ്റ്. ബാക്കിലോട്ടേക്ക് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വെരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെംബ്രെയിനാണ്, ദാറ്റ് ഇസ് സോഫ്റ്റ് പാലേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ച്യൂ ആൻഡ് ബ്രീത്ത് അറ്റ് ദ സെയിം ടൈം. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പാലേറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദെൻ നെക്സ്റ്റ് അതിൻ്റെ പുറകിൽ കാണുന്ന യുവ്യൂല. ഇറ്റ് ഇസ് ദി ഹാങ്ങിങ് ഫ്രം ദ ഫ്രീ ബോർഡർ ഓഫ് ദ സോഫ്റ്റ് പാലേറ്റ്. നിങ്ങൾ മലയാളത്തിൽ അതിനെ നമ്മുടെ പല നാട്ടിലേക്കും പലതരക്കും പറയാം. നമ്മളതിന് ചെറുനാവ് എന്ന് പറയും, യുവ്യൂല. നമുക്ക് വാ തുറന്ന് നോക്കിയാൽ ഏറ്റവും പുറകിലായിട്ടൊരു ഹാങ് ചെയ്തിരിക്കുന്ന പോർഷൻ കാണാം, ദാറ്റ് ഇസ് യുവ്യൂല. ദെൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ചാൽ സോഫ്റ്റ് പലേറ്റും യുവ്യൂലയും കൂടി നേസോഫാരിങ്സിനെ ക്ലോസ് ചെയ്തേക്കും. എന്നുവെച്ചാൽ സോഫ്റ്റ് പലേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പുറകിലാണെന്ന് പറഞ്ഞു, നമ്മുടെ വായയുടെ പുറകിലുള്ള പോർഷനാണ്. ആ സോഫ്റ്റ് പലേറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് യുവ്യൂലയും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്യും, ഫുഡ് മൂക്കിൻ്റെ അകത്തോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ആ നേസൽ ക്യാവിറ്റീനെ അങ്ങ് അടച്ചേക്കും. അപ്പോൾ നേസോഫാരിങ്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫുഡ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത്. സംസാരിക്കുമ്പോൾ എന്ത് പറ്റും, ഈ നേസോഫാരിങ്സിൻ്റെ ഓപ്പണിങ് ചിലപ്പോൾ ക്ലോസ് ആവാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുവഴി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങോട്ടേക്ക് എയർ കയറുന്നതിനെ കൊണ്ടാണ് വരുന്നത്. ഓക്കെ, സോ യുവ്യൂല മനസ്സിലായി. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട മസിൽസ് എല്ലാം ഉണ്ട്. ബക്സിനേറ്റർ മസിൽസ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പോർഷൻ ഒന്ന് നോക്കുക. ദെൻ ഫോസസ് കാണുന്നുണ്ടല്ലോ, ടങ് ഇവിടെ ഉണ്ട്, ഹാർഡ് പലേറ്റ്, പുറകിൽ സോഫ്റ്റ് പലേറ്റ്, ദെൻ യുവ്യൂല. പാലറ്റൈൻ ടോൺസിലൊന്നും നമുക്ക് വേണ്ട. ദെൻ ലാസ്റ്റ് ഇസ് ദി ഫോസസ്, ദാറ്റ് ഇസ് ജസ്റ്റ് ദി ഓപ്പണിംഗ് പോർഷൻ. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ദിസ് ഇസ് ഓർബിക്കുലാരിസ് ഓറസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിപ്സിൻ്റെ മസിൽസ് ഓർബിക്കുലാരിസ് ഓറസ്. ദെൻ ദിസ് ഇസ് ദി ബക്സിനേറ്റർ മസിൽ. പിന്നെ നിങ്ങൾക്ക് കാണേണ്ടത് ഫ്രെന്യുലം കാണണ്ടേ. നമുക്ക് ലിംഗ്വൽ ഫ്രെന്യുലം ഉണ്ട്, ലേബിയൽ ഫ്രെന്യുലം ഉണ്ട്. ലേബിയൽ ഫ്രെന്യുലം രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് രണ്ട് ലിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ മുകളിലത്തെ സുപ്പീരിയർ ലേബിയൽ ഫ്രെന്യുലം, ഇവിടെ ഇൻഫീരിയർ ലേബിയൽ ഫ്രെന്യുലം. സോ പോർഷനെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പിക്ചർ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് മൗത്തിനെ പറ്റി അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. മൗത്തിൻ്റെ റൂഫ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, പലേറ്റ്, ഹാർഡ് പലേറ്റ്, സോഫ്റ്റ് പലേറ്റ്. ദെൻ ബേസ് എന്ന് പറഞ്ഞാൽ ടങ്, രണ്ട് സൈഡിലും ചീക്സ്, ദെൻ ഓപ്പണിങ് ലിപ്സ്. ഇത്രയും കാര്യം പറയുന്നുള്ളൂ. പിന്നെ ടീത്ത് നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പറയാതിരുന്നത്. ദെൻ മൗത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഇനി പറയണത്. സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. ആ പ്രോസസ്സിന് നമ്മൾ സലൈവേഷൻ എന്ന് പറയും. ഈ ഉണ്ടാവുന്ന സലൈവേനെ ഓറൽ ക്യാവിറ്റി, നമ്മുടെ വായയ്ക്ക് ഉള്ളിലോട്ടേക്ക് അതിനെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഫുഡ് ഇൻക്രീസസ് സലൈവേഷൻ, ഇറ്റ് ബിഗിൻസ് കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കാനാകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലൈവേഷൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ സലൈവ ഉണ്ടാവും. അപ്പോൾ ഈ സലൈവയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണമായിട്ടത് പ്രോപ്പർലി മിക്സ് ആവും. മിക്സ് ആയിട്ട് സലൈവയ്ക്കകത്ത് കുറച്ച് എൻസൈംസ് പ്രസൻ്റ് ആണ്. സോ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് നമ്മുടെ മൗത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സലൈവയായിട്ട് പ്രോപ്പർ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് നമ്മുടെ സ്റ്റൊമക്കിനകത്തോട്ടേക്ക് പാസ് ചെയ്ത് പോകാൻ പാടുള്ളൂ. സലൈവറി ഗ്ലാൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്മോൾ സലൈവറി ഗ്ലാൻസ് ആൻഡ് ദി മേജർ സലൈവറി ഗ്ലാൻസ്. Mouth and tongue have many small salivary glands that opens directly to the oral cavity. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സ്മോൾ സലൈവറി ഗ്ലാൻഡിന് സ്പെഷ്യലൈസ്ഡ് ഡക്റ്റ് ഒന്നുമില്ല. നേരെ അത് മൗത്തിലോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ സലൈവ മൗത്തിൻ്റെ അകത്തോട്ടേക്ക് ഓറൽ ക്യാവിറ്റിക്കുള്ളിലോട്ടേക്ക് അത് പാസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവർ ആക്ച്വലി വെരി സ്മോൾ എമൗണ്ട് ഓഫ് സലൈവ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് നമ്മൾ സ്മോൾ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 ടൈപ്പാണുള്ളത്, അല്ലെങ്കിൽ 4 സലൈവറി ഗ്ലാൻസ്, സ്മോൾ സലൈവറി ഗ്ലാൻസ് 4 ഉള്ളത്. ലേബിയൽ, ബക്കൽ, പലേറ്റൽ, ലിംഗ്വൽ. അപ്പോൾ ലേബിയൽ എന്ന് പറഞ്ഞതിന് നമ്മൾ പറഞ്ഞു ലേബിയം ഓർ ലിപ്സ്. അപ്പോൾ അത് ലിപ്സിൻ്റെ മുകളിൽ പ്രസൻ്റ് ആയിട്ടുള്ള സലൈവറി ഗ്ലാൻഡാണ് ലേബിയൽ. ബക്കൽ എന്ന് പറഞ്ഞാൽ ചീക്സിൻ്റെ മുകളിൽ. പലേറ്റൽ ഗ്ലാൻഡ്സ് ഇൻ പലേറ്റ്, ലിംഗ്വൽ ഇൻ ടങ്. ഓക്കെ, അപ്പോൾ അതിന് ആക്ഷൻ കുറവാണ്, കുറച്ച് സലൈവ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇസ് മേജർ സലൈവറി ഗ്ലാൻഡ്സ്. മേജർ സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂക്കോസേൻ്റെയും ഉള്ളിലായിട്ടാണ് ഉള്ളത്, ലൈ ബിയോണ്ട് ഓറൽ മ്യൂക്കോസ. പിന്നെ ഡയറക്റ്റ്ലി അത് സലൈവനെ ഓറൽ ക്യാവിറ്റിക്ക് അകത്തോട്ടേക്ക് പാസ് ചെയ്യുന്നില്ല. അതിന് സ്പെഷ്യലൈസ്ഡ് ഡക്റ്റ് ഉണ്ട്, ഡക്റ്റിലോട്ടേക്കാണ് സലൈവനെ പാസ് ചെയ്യുക. എന്നിട്ട് ആ ഡക്റ്റാണ് നമ്മുടെ മൗത്തിലോട്ടേക്ക് സലൈവനെ കൊണ്ടുവരുന്നത്. ഓക്കെ, 3 പെയേഴ്സ് ആണ് നമുക്കുള്ളത് മേജർ സലൈവറി ഗ്ലാൻഡ്സ്. ഫസ്റ്റ് വൺ ഇസ് പാരോട്ടിഡ് ഗ്ലാൻഡ്, സെക്കൻഡ് ഇസ് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ആൻഡ് ദ തേർഡ് വൺ ഇസ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. പാരോട്ടിഡ് ഗ്ലാൻഡ് ആൻറ്റീരിയർ ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ഇയർ. എന്നിട്ടത് പാരോട്ടിഡ് ഡക്റ്റിനകത്തോട്ടേക്കാണ് സലൈവനെ പാസ് ചെയ്യുന്നത്. പാരോട്ടിഡ് ഡക്റ്റ് ഓറൽ ക്യാവിറ്റിക്കകത്തെത്തും. ദെൻ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഫ്ലോർ ഓഫ് ദ മൗത്ത്. മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം താഴത്തുള്ള നമ്മുടെ ലോവർ പോർഷനെയാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. സോ സബ് മാൻഡിബുലർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഓഫ് ദി മൗത്തിലുള്ളതാണ്. ദെൻ സബ് മാൻഡിബുലർ ഡക്റ്റ് ഉണ്ട്, ആ ഡക്റ്റ് വഴി ഓറൽ ക്യാവിറ്റിക്കകത്ത് സലൈവ എത്തും. ദെൻ സബ് ലിംഗ്വൽ, സബ് എന്ന് പറഞ്ഞാൽ ബിനീത്ത് എന്നാണ്, ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ടങ്. സോ ബിനീത്ത് ദി ടങ്. അപ്പോൾ സബ് ലിംഗ്വൽ ഡക്റ്റും അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഇതാ ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. പാരോട്ടിഡ് ഡക്റ്റ്, പാരോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്, സബ്മാൻഡിബുലാർ ഗ്ലാൻഡ്. സോ ഇതിൻ്റെ പിക്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം. സലൈവറി ഗ്ലാൻഡ് കഴിഞ്ഞ കുഹാസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സലൈവ. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ pH എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആണ്, 6.35 to 6.85. ആൻഡ് മേജർ കോമ്പോസിഷൻ as usual 99% is composed of water and very small amount 0.5% composed of solutes. മെയിനായിട്ട് ഇത്രയും സൊല്യൂട്ടേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും എഴുതി വെക്കേണ്ട. സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്, ക്ലോറൈഡ് ആൻഡ് ഫോസ്ഫേറ്റ്, ഇത്രയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതല്ലാതെ വെരി ട്രേസ് എമൗണ്ട് ഇസ് പ്രസൻറ്റ് dissolved gases and various organic substances like urea and uric acid, mucus, immunoglobulin A, lysozyme and salivary amylase. Lysozyme എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബാക്ടീരിയോലൈറ്റിക് എൻസൈം. പേരിലുണ്ട് ബാക്ടീരിയോലൈറ്റിക്. അപ്പോൾ എന്തായിരിക്കും, ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നൊരു എൻസൈമാണ്. പിന്നെ ഇതെല്ലാം വളരെ ട്രേസ് എമൗണ്ടിലേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ദെൻ സലൈവറി അമൈലേസ്, അത് സ്റ്റാർച്ചിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എൻസൈമാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കോമ്പോണൻറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷൻ പറയണത്. മേജർ കോമ്പോണൻ്റ് ഇസ് വാട്ടർ 99%. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ മെയിൻലി ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ
പ്രോപ്പർ മിക്സിങ് നടത്താൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഹെൽപ്പ് ചെയ്യേണ്ടത്. ദെൻ ക്ലോറൈഡ് അയോൺ സലൈവറി അമൈലേസിൻ്റെ ആക്ടിവേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബൈകാർബണേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ് ബഫർ ദി ആസിഡിക് ഫുഡ്സ് ദാറ്റ് എൻറ്റർ ദി മൗത്ത്. ഒത്തിരി ആസിഡിറ്റി ഒക്കെ ഉള്ള ഫുഡ് വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരാണ് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആസിഡിറ്റി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ മ്യൂക്കസ് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ആക്ഷനാണുള്ളത്. ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ മൈക്രോബ്സിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ ഇല്ലാണ്ടാക്കും. പിന്നെ ഇതെല്ലാം വളരെ ട്രേസ് എമൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ലൈസോസൈമും ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രേസ് എമൗണ്ടിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ലൈസോസൈം തന്നെ ബാക്ടീരിയനെല്ലാം കില്ല് ചെയ്തിട്ട് നമുക്ക് വലിയ ഇൻഫെക്ഷനൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ അതിനേക്കാട്ടും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നോർമലി നമുക്ക് ഫുഡ് വഴി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് അങ്ങനത്തെ കണ്ടാമിനേറ്റഡ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമലി വെരി ട്രേസ് എമൗണ്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇവർ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് ഇസ് എ പ്രോസസ് ഓഫ് സലൈവേഷൻ. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദ സെക്രീഷൻ ഓഫ് സലൈവ. സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പ്രോസസ്സിനാണ് സലൈവേഷൻ എന്ന് പറയുക. മെയിൻലി അത് കൺട്രോൾ ചെയ്യുന്നത് ANS ആണ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ദെൻ ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ 1 ലിറ്റർ ടു 1.5 ലിറ്റർ, ദാറ്റ് ഈസ് 1000 to 1500 ml സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വിത്തിൻ 24 hours ആണ്. ദെൻ കുറച്ച് ആക്ഷൻസ് സലൈവയുടെ നമുക്കൊക്കെ അറിയുന്ന ആക്ഷൻ തന്നെയാണ്. കീപ് മ്യൂക്കസ് മെംബ്രെയിൻ മോയിസ്റ്റ്. നമ്മുടെ മൗത്തിനെ ടോട്ടലി അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനെ ടോട്ടലി മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റ് ടങ് ആൻഡ് ദ ലിപ്സ് ഡ്യൂറിങ് സ്പീച്ച്, മോയിസ്റ്റ് ആൻഡ് ഈസോഫേഗസ്, ആൻഡ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഓഫ് ദി കോമ്പോണൻസ് ആർ റീഅബ്സോർബ്ഡ്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് സലൈവേൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചില ഡ്രഗ്സ് എല്ലാം ചില ടാബ്ലറ്റ് എല്ലാം കഴിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ വായ ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ ഈ ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ടങ്ങും മൗത്തും തമ്മിൽ വെയർ ആൻഡ് ടിയർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടങ്ങിനെ നോർമലി വായയ്ക്ക് ഉള്ളിലിടാൻ പറ്റാതെ ഓബ്വിയസ്ലി വായയുടെ പുറത്തോട്ടേക്ക് നിൽക്കുന്നൊരു അവസ്ഥ വരും. എന്നുവെച്ചാൽ തീരെ സലൈവ ഇല്ലാതെ മീൻസ് അത്രയ്ക്ക് ഡ്രൈ ആവുന്ന അവസ്ഥയിൽ മാത്രമേ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. സോ നോർമലി നമ്മളെ ബോഡിയിൽ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ നല്ലോണം ദാഹമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ബോഡി ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ടങ്ങിനെയും മൗത്തിനെയും ലിപ്സിനെയും ഒക്കെ സ്പീച്ചിൻ്റെ സമയത്തൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സലൈവ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ സലൈവയിലുള്ള കോമ്പോണൻസ് റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, നമ്മളെ ബോഡിക്കകത്തോട്ടേക്കാണ് റീഅബ്സോർബ് ചെയ്യും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. ഡ്യൂറിങ് ടൈം ഓഫ് സ്ട്രെസ്, ഡ്രൈനെസ് ഓഫ് മൗത്ത്. അപ്പോൾ എന്നുവെച്ചാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അപ്പോൾ ആക്ടിവേറ്റഡ് ആവും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഭയങ്കര ടെൻഷനോ പേടിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ എന്ത് പറ്റും, വായ ഫുൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പോലെ തോന്നും. എന്നുവെച്ചാൽ സലൈവേഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ നോർമലി നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ ലെവൽ കുറയുകയാണെങ്കിലും ദാറ്റ് ഇസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡീഹൈഡ്രേഷൻ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ വീണ്ടും ബോഡിയിൽ തേഴ്സ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ഡീഹൈഡ്രേഷൻ കുറയും, സലൈവേഷൻ നോർമലാവുകയും നമ്മുടെ മൗത്തിൻ്റെ ഉള്ളെല്ലാം മോയിസ്റ്റൻ ചെയ്ത് വെക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അബൌട്ട് ടങ്. ടങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വായ്ക്കകത്തുള്ള ഇറ്റ് ഇസ് എ സ്കെലിറ്റൽ മസിൽ കവേർഡ് വിത്ത് മ്യൂക്കസ് മെംബ്രെയിൻ. ഒരു മ്യൂക്കസ് മെംബ്രെയിൻ കവർ ചെയ്തിട്ടുള്ള സ്കെലിറ്റൽ മസിലാണ് ടങ്. ഓക്കെ, ടങ് ഇറ്റ് ഫോംസ് ദി ഫ്ലോർ ഓഫ് ദി ഓറൽ ക്യാവിറ്റി. നേരത്തെ പറഞ്ഞു, അത് ആക്ച്വലി നമ്മുടെ ഫ്ലോറിലാണുള്ളത്, മൗത്തിൻ്റെ. അതിൻ്റെ ഇൻഫീരിയർ പോർഷൻ എന്ന് വെച്ചാൽ ടങ് ആക്ച്വലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൺ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്, ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോണായിരുന്നു അത് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വേറെ കുറച്ച് പോർഷൻസ് ടെമ്പോറൽ ബോൺ ആൻഡ് മാൻഡിബിളുമായിട്ടും ചെറിയ ഫിലമെൻറ്റ്സ് മാത്രമേ ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ദെൻ നമ്മുടെ ടങ്ങിൻ്റെ മുകളിൽ ഇറ്റ് ഈസ് ഹാവിങ് എ മീഡിയൻ സെപ്റ്റം ദാറ്റ് ഡിവൈഡ്സ് ടങ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. നമ്മൾ ടങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ ഒരു ലൈൻ വരച്ച പോലെ കാണാം. എന്നിട്ട് ലാറ്ററലി 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ ടങ്ങിൻ്റെ മുകളിൽ 2 സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആണുള്ളത്, ഇൻട്രിൻസിക് മസിൽസ് ആൻഡ് എക്സ്ട്രിൻസിക് മസിൽസ്. എക്സ്ട്രിൻസിക് മസിൽസ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി floor of the mouth and hold the tongue in position.
movement of tongue during chewing, help the food into a round mass, force the food into the back of the mouth for swallowing. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ടങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കഴിക്കുന്ന ഫുഡ് ഒരു ബോൾ ഫോമിലായിട്ടാണ് നമ്മൾ swallow ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൾ ഫോമിലോട്ടേക്ക്, ദാറ്റ് ഈസ് ദ ഫോം, ബോളസ് ഫോമിലോട്ടേക്ക് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ആക്ച്വലി ഈ മസിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കിലോട്ടേക്ക് ഫോഴ്സ് ദ ഫുഡ് ഇൻ ടു ദി ബാക്ക് ഓഫ് ദ മൗത്ത് ഫോർ സ്വോളോയിങ്. നമ്മൾ ശരിക്കും അതിനെ നമ്മൾ അറിയാതെ ആക്ച്വലി ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് സ്വോളോ ചെയ്യും. അപ്പോൾ ഇത്രയും മസിൽസൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ആർ ദി എക്സ്ട്രിൻസിക് മസിൽ. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻട്രിൻസിക് മസിൽ, അത് ടങ്ങിൻ്റെ ഇൻസൈഡിലുള്ളതാണ്. ദാറ്റ് ഹെൽപ്പ് ദി ആൾട്ടർ ദ സൈസ് ആൻഡ് ദി ഷേപ്പ് ഓഫ് ദ ടങ് ഫോർ സ്പീച്ച് ആൻഡ് സ്വോളോയിങ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് പല ടൈപ്പിൽ അത് ചേഞ്ച് ആവുന്നുണ്ട്, നമ്മൾക്കറിയില്ല അത്. അപ്പം നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അറിയാം, നമ്മൾ ചില ലെറ്റേഴ്സൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മസിൽ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത സമയമാണത്. പിന്നെ നമ്മളതിനെ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഴ എന്നുള്ള ലെറ്റർ പലർക്കും പറയാൻ പറ്റുന്നില്ല. കാരണം അത് പിന്നെ എങ്ങനെയല്ല, ഈ ഒരു മസിൽസ് നമ്മൾ അറിയുന്നില്ല, അത് മസിൽസിൻ്റെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ നമ്മളതിനെ യൂസ് ചെയ്യാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ സംസാരിക്കാൻ, നമ്മൾ വേറെ ലാംഗ്വേജസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ടൈം എടുത്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഈ മസിൽസാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, സ്പീച്ച് ആൻഡ് സ്വോളോയിങ്. ഇപ്പോൾ രണ്ടും സ്വോളോയിങ്ങിനുണ്ട്. കൂടുതലായിട്ട് സ്പീച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻട്രിൻസിക് മസിലാണ്. എക്സ്ട്രിൻസിക് മസിൽ നമ്മളെ ഫുഡിനെ സ്വോളോ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇസ് ലിംഗ്വൽ ഫ്രെന്യുലം. ലിംഗ്വൽ ഫ്രെന്യുലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടങ്ങിനെ താഴത്തോട്ടേക്ക് കാണുന്നില്ലേ ഒരു ചെറിയ പോർഷൻ, ഈ ഒരു പോർഷനാണ് ലിംഗ്വൽ ഫ്രെന്യുലം. നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ് ലിമിറ്റിംഗ് ദി മൂവ്മെൻറ്റ് ഓഫ് ദ ടങ് പൊസ്റ്റീരിയർലി. എന്ന് വെച്ചാൽ നമ്മളെ ടങ് വല്ലാതെ അങ്ങ് മൂവ് ചെയ്യാതെ നമ്മളെ ടങ്ങിനെ മൗത്തിലോട്ടേക്ക് ഇങ്ങനെ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഫിലമെൻ്റാണത്. ദെൻ ചില ആൾക്കാരിൽ അത് ഭയങ്കര ചെറുതായിരിക്കും, അതുപോലെ ഭയങ്കര റിജിഡായിരിക്കും, ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും, അവർക്ക് നോർമലി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ ആ കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത് ആങ്കൈലോഗ്ലോസിയ. ഇങ്ങനത്തെ ആൾക്കാരെ ടങ് ടൈഡ് എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചില സംസാരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ, സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഈ ഫ്രെനിലം ചിലപ്പോൾ ചെറുതായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അതങ്ങനെ ആ ടൈ ഒഴിവാക്കാറുണ്ട്. ദാറ്റ് ഈസ് ആങ്കൈലോഗ്ലോസിയ. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ട് തരാം.